മെസ്സേജ് എന്നാന്ന് പറയുന്നത്. അഖിലേ, എനിക്ക് അതിൻ്റെ അകത്ത് ഒന്നും നോക്കാൻ കറക്റ്റ് അറിയത്തില്ല. ഞാൻ നോക്കാം, അല്ലെങ്കിൽ ഞാൻ സച്ചിനോടാണെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഐഡിയിലോട്ട് ഞാൻ ഇങ്ങനെ നോക്കി ചുമ്മാതെ എനിക്കൊന്ന് പിള്ളേരെങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ പിള്ളേരെ കൊണ്ടാണെങ്കിലും സമയം പോണൊക്കെ നോക്കിക്കാൻ കേട്ടോ. എനിക്കറിയത്തില്ല കറക്റ്റ്. ഞാൻ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കറിയാൻ പറ്റും ബാക്കി കാര്യങ്ങളെല്ലാം. ഞാൻ അങ്ങനെ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനൊന്നും. ഹായ്, എന്ത് പറഞ്ഞു സുനിലേ? എന്നാ പറഞ്ഞു? ഡോക്ടറെ കാണിച്ചില്ലേ? എന്ത് പറഞ്ഞു? കൊടുത്തടി മേടിക്കരുതേ, പണ്ടാണ് സ്ത്രീകൾ അടിയുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇനിയൊന്നുമില്ല, എല്ലാം അറിഞ്ഞു. പക്ഷേ സുനിൽ ചേട്ടാ വല്ലതും അറിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ. അല്ല, ആദ്യമേ സുനിലിന്റെ കാര്യം നമുക്ക് ചോദിക്കാം. എന്താ പറഞ്ഞു ഡോക്ടർ? എന്ത് പറഞ്ഞു? അത് തന്നെയാണോ പറഞ്ഞെന്നറിയാലോ. ബ്ലാക്ക് എന്തേ എന്റെ പേര് മറന്നോന്ന് ചോദിക്കുന്നുണ്ട്. പ്രശാന്ത് എന്നല്ലേ പറഞ്ഞത്? പ്രശാന്ത് എന്നല്ലേ? ബ്ലാക്ക് പ്രോ അഖിലെന്നല്ലേ? അഖിലെന്നല്ലായിരുന്നോ? പ്രദീപ് ചേച്ചി, അനിൽ ബ്രോയ്ക്ക് കൈപൊക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ കേട്ട് വരച്ചിരിക്കുമായിരിക്കും. എന്താ ഷാനി സിനിമയിൽ എടുത്തോന്ന് ചോദിച്ച്. അതല്ല, അനിലിനെ സിനിമയിൽ എടുക്കും. സുനിലെ എന്ത് പറഞ്ഞു? ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? അത് പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. സച്ചിൻ, അനിൽ ബ്രോ എന്ന് വിളിക്കുന്ന സുനിലോട് പറയാം എല്ലാ കാര്യങ്ങളും. ഞാൻ പിടിക്കുന്നുണ്ട് അനിൽ എന്ന് പറയുന്നുണ്ട്. സച്ചു സിറ്റി എടുത്തു ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു. സീറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളാ അത് തന്നെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞല്ലേ. സച്ചിൻ ഓക്കെ സുനിൽ ബ്രോ എന്ന് പറയുന്നുണ്ടോ? അത് തന്നെ. സോണി ചാവേറിയടാ, എന്ത് പറ്റി ഇന്ന് രണ്ടാമത് പ്രാവശ്യം കയറി വരാൻ പറ്റിയത്? എന്ത് പറ്റി? കുറച്ചു നേരം ഇരിക്കുന്ന അഖിലല്ലേ? അഖിൽ കുട്ടാപ്പി മറക്കൂല ചേച്ചി. ചേട്ടൻ ഞാൻ പവനോ പോവാണ് ബൈ എന്ന്. കുട്ടാപ്പി ആണ്. ബ്ലാക്ക് കുട്ടാപ്പി, നമ്മുടെ കുട്ടാപ്പി. എന്റെ പൊന്നോ, കുട്ടാപ്പി എവിടായിരുന്നു? കുട്ടാപ്പി കുറച്ച് ദിവസം വന്നില്ലല്ലോ. പെട്ടെന്ന് വേറൊരു അഖിലിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാൻ പെട്ടെന്ന് അഖില കുട്ടാപ്പി മറക്കാൻ പറ്റുമോ കുട്ടാപ്പീനെ? പറ, വിശേഷങ്ങൾ പറ. എന്തായിരുന്നു 2 ദിവസമായിട്ട്? ചായ കുടിയൊക്കെ കഴിഞ്ഞോ കുട്ടാപ്പി? 2 ദിവസം കണ്ടില്ല. കുറച്ച് ദിവസമായി കണ്ടിട്ട്. എന്ത് പറ്റിയായിരുന്നടാ? ലൈക്ക് ഇട്ട് ബൈ അനിൽ ബ്രോയെ സിനിമയിൽ എടുത്തില്ല, പക്ഷെ ഷാനി ചേച്ചി എടുത്തു എന്ന് പറയുന്നുണ്ട്. സച്ചിൻ ദാ കുട്ടാപ്പി നിക്കവിടേന്ന് പറയുന്നുണ്ട്. അത് തന്നെ, ഇവിടെ സിനിമയല്ല അതുക്കും വേണ്ടി. അതെ. സഫീല എന്ത് പറ്റീന്ന് പറയുന്നത് അനിലിനോടായിരിക്കും. അനിലിന് ചെറിയ ഇവിടെ ഒരു മൂക്കിൻ്റെ അകത്ത് സുനിലിനോട് എന്ത് പറ്റിയെന്ന്. മൂക്കിൻ്റെ അകത്ത് ദശ വളരുന്നു. പിന്നെ ഇവിടെ ഇതൊരു ചെറിയൊരു വളവുണ്ട്. അതിൻ്റെയൊക്കെ ആയിട്ടുള്ള നോക്കാൻ പോരി, ഡോക്ടറെ കാണാൻ പോരിക്കുമായിരുന്നു. അയ്യോ അതേ ഷനി എന്ന് പറയുന്നുണ്ട്. സുനിൽ നിങ്ങളൊന്ന് പൊട്ടിക്കരയോ? ഞാനിവിടെ ഒന്ന് പൊട്ടിക്കരഞ്ഞു. കേൾക്കുന്നുണ്ടായിരുന്നപ്പോല്ല. അനിൽ ഞാൻ ചത്തു വീണു. കുട്ടാപ്പി സുഖം ആണ്, ക്ലാസ് ഉണ്ടായിരുന്നു. അതാ ചേച്ചി. അത് വിട്ടുപോയി കേട്ടോ കുട്ടാപ്പി. മറന്നുപോയി കുട്ടാപ്പി. എന്നാലും ഇടയ്ക്കാണെങ്കിലും ഒന്ന് വരുന്നുണ്ടല്ലോ, ക്ലാസ്സിൽ കഴിഞ്ഞ് വന്നിട്ടാണ് പറയണം. ബ്ലാക്ക് ബ്രോ വന്ന ഉടനെ പറയണം, ചേച്ചി ഞാൻ കുട്ടാപ്പിയാണ് എന്നും പറഞ്ഞു വരണം കേട്ടോ. കുട്ടാപ്പി എന്ന് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് കുട്ടാപ്പി കുട്ടനെ. എന്ത് പറ്റി സുനിൽ ബ്രോ? വൈഫ് പൊക്കിയോ? പ്രദീപ് അനിൽ ബ്രോ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സുനിൽ ഷാനി വൈഫ് പൊക്കി പക്ഷേ ഞാൻ പൊങ്ങിയില്ല എന്ന് പറയുന്നു. ഷാനി വൈഫ് പൊക്കി, ഞാൻ പൊങ്ങിയില്ല. അനിൽ പ്രദീപ് ബ്രോ കുടിക്കണം, ചൂടുവെള്ളം കുടിക്കണം. ഷാനി സുനിൽ ബ്രോ ജാഗ്രത, ഇനി താമസിക്കാതെ പൊക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനിയും കിടപ്പുണ്ടോ പൊക്കാനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ? ആണോ സുനിലിനെ പൊക്കുന്നാണോ? അത് വെച്ച് അല്ലല്ല, അതേ ഷാനി വൈകാതെ പൊക്കും എന്ന് പറയുന്നുണ്ട് സുനില്. സഫീല അത് വെച്ച് ഡോക്ടറെ കാണിച്ച് എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന്. എനിക്ക് സർജറി കഴിഞ്ഞായിരുന്നു. ആണോ?